മാർഷൽ ആർട്സ് ഇനമായ സാംബോയിൽ ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടും അന്താരാഷ്ട്ര മത്സരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഇടുക്കി കരിങ്കുന്നം സ്വദേശിയായ അഭിജിത്ത് എം മഹേഷ്. ഈ മാസം 27-ാം തീയതി മുതൽ ചൈനയിൽ വച്ച് നടക്കുന്ന സാംബോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഒരു സ്പോൺസറെ തേടുകയാണ് ഈ കായിക താരം. കരിങ്കുന്നത്ത് നിന്ന് തോയിപ്ര കവലയിലെത്തി നടപ്പുവഴിയിലൂടെ വേണം അഭിജിത്ത് എം മഹേഷിന്റെ ഇനിയും പണിതീരാത്ത 5 സെന്റ് ഭൂമിയിലെ വീട്ടിലെത്താൻ. ഈ കൊച്ചു വീട്ടിലെ ഷെൽഫിൽ നിറഞ്ഞിരിക്കുന്ന ഫലകങ്ങളും അഭിജിത്തിന്റെ ഇരു കരങ്ങളിലും ഒതുങ്ങാത്തത്ര മെഡലുകളും കൂലിപ്പണിക്കാരനായ പിതാവും മഹേഷിനും കുടുംബാംഗങ്ങൾക്കും അഭിമാനത്തോടൊപ്പം ആശങ്കയാണ് സമ്മാനിക്കുന്നത്. 2022 സാംബോയിൽ ദേശീയ തലത്തിൽ 1ാം സമ്മാനം നേടിയതിനു ശേഷം ബംഗ്ലാദേശിൽ നടന്ന സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അഭിജിത്തിന് പങ്കെടുക്കാനായിരുന്നില്ല. ഈ മാസം 27-ാം തീയതി മുതൽ ചൈനയിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ എങ്ങനെയെങ്കിലും പണം കണ്ടെത്തി പങ്കെടുക്കണം എന്ന നിശ്ചയദാർഢ്യവുമായി തീവ്ര പരിശീലനത്തിലാണ് ഈ യുവ കായിക താരം. ചൈനയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് വീണ്ടും സെലക്ഷൻ ലഭിച്ചത് ഈ മാസം 27 തൊട്ട് 1-ാം തീയതി വരെയാണ് ആ മത്സരം നടക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കണം, ഇന്ത്യക്ക് വേണ്ടി ഒരു സ്വർണ്ണ മെഡൽ നേടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട്. സാമ്പത്തികം തന്നെയാണ് അതിലും പ്രശ്നം. എൻ്റെ അച്ഛന് കൂലിപ്പണിയാണ്, അമ്മ വീട്ടിൽ തന്നെ ഹൗസ് വൈഫാണ്. 7ാം ക്ലാസ് മുതൽ നെടുങ്കണ്ടത്തുള്ള സർക്കാർ സ്പോർട്സ് ഹോസ്റ്റലിലും +2 ഡിഗ്രി പഠനകാലം തൃശൂർ സായിയിലും നിന്നാണ് അഭിജിത്ത് പഠനവും പരിശീലനവും നടത്തിയിരുന്നത്. ഈ കാലങ്ങളിൽ ജൂഡോ, റെസ്ലിംഗ്, സാംബോ തുടങ്ങിയ ഇനങ്ങളിൽ നിരവധി മെഡലുകൾ നേടിയിട്ടുള്ള ഈ കായിക താരം കഴിഞ്ഞ 2 വർഷമായി നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്ന PBC പള്ളാത്തുരുത്തി ടീമിൻ്റെ തുഴച്ചിൽക്കാരൻ കൂടിയാണ്. ദേശീയ തലത്തിൽ വരെ പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും മെഡലുകൾ വാരിക്കൂട്ടിയ ഈ കായിക താരത്തിന് ഒരു അന്തർദേശീയ മത്സരത്തിൽ പങ്കെടുത്ത് രാജ്യത്തിനു വേണ്ടി മെഡൽ നേടുന്നത് ജീവിത ലക്ഷ്യമാണ്. ഈ ലക്ഷ്യത്തിൽ സാമ്പത്തികം പ്രതിസന്ധി തീർക്കുകയാണ്. സുമനസ്സുകളുടെ സഹായം എത്തുമെന്ന് പ്രതീക്ഷയിലാണ് ഈ കായിക താരം. കൈരളി ന്യൂസ്, ഇടുക്കി.